ഇന്ന് നമുക്ക് ഒരു ബണ്ണ് തയ്യാറാക്കാം. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ തന്നെയുള്ള ബണ്ണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. നല്ല ചൂടുവെള്ളം ഒഴിക്കരുത്, ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ച് വെക്കാൻ പാടുള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണുണ്ടാക്കാനുള്ള മാവൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് മൈദ മാവും 1/4 കപ്പ് മിൽക്ക് പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് പൗഡർ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഓപ്ഷണലാണ്. 2 കപ്പ് മൈദ മാവ് തന്നെ എടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. നിങ്ങൾക്ക് ഷുഗർ ചേർക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ബണ്ണിനൊരല്പം മധുരമുള്ളതാണ് നല്ലത്, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നത്. പഞ്ചസാര ഇതിലേക്ക് പൊടിച്ച് ചേർക്കണം എന്നില്ല, പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും മതി. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1.5 കപ്പ് ചൂടുവെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈസ്റ്റിലേക്ക് ചേർത്ത 1/2 കപ്പ് വെള്ളം കൂടാതെ 1.25 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റ് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് കുഴയ്ക്കാൻ തുടങ്ങുമ്പം ഇത് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിനാണ് ഇരിക്കുന്നത്. നമ്മളൊരു 8 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോഴേക്കും ഇത് കയ്യിൽ ഒട്ടാത്തൊരു പരുവത്തിലേക്ക് എത്തും. ഇപ്പം നമ്മളിത് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത് കയ്യിലൊട്ടുന്ന പരുവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. അപ്പോഴേക്കും ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടോ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ 8 പീസായിട്ട് കട്ട് ചെയ്യാം. ഓരോന്നും എടുത്ത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഇതിൻ്റെ മുകൾ വശം നല്ല ക്ലീൻ ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഭാഗം എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കാം. നമ്മൾ ബണ്ണുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഓരോ ഉരുളകളും ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം. ഞാൻ ഈ കേക്ക് ടിന്നിനകത്താണ് ഇതെല്ലാം കൂടെ വെക്കുന്നത്. ഇപ്പോൾ നമ്മളിതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു കേക്ക് ടിന്നിൽ 6 എണ്ണവും വേറെ ഒരെണ്ണത്തിൽ 2 വലിയ ബണ്ണുകളുമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. 15 മുതൽ 30 മിനിറ്റ് വരെ വെക്കുമ്പോഴേക്കും ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം പാല് ബ്രഷ് ചെയ്യാം. പാലല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുത്താലും മതി. നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ വശം നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇടുന്നില്ല. നമുക്ക് 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 5 എണ്ണത്തിൻ്റെ മുകളിലേക്ക് എള്ള് ചേർക്കുന്നുണ്ട്, ബാക്കിയുള്ളതിൽ ചേർക്കുന്നില്ല. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാം. ഓരോ ഓവൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. നിങ്ങളത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. നമ്മുടെ ബണ്ണൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആയിരുന്നു നമ്മളത് ബേക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെയൊക്കെ മുകളിലേക്ക് അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ബണ്ണിൻ്റെ മുകൾ വശം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പുരട്ടുന്നത്. തണുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മൾ 2 ടൈപ്പിലായിരുന്നു ബണ്ണ് ഉണ്ടാക്കിയത്. ചിലതിൻ്റെ മുകളിൽ മാത്രം നമ്മൾ എള്ള് ചേർത്ത് കൊടുത്തു, ബാക്കിയുള്ളതിൻ്റെ മുകളിൽ എള്ള് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ബർഗർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള വലിപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ആ റോൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ബണ്ണാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.